ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഡോക്ടർ ഹാരിസ് ഒരുപക്ഷെ രാജിവെച്ച് കാണും. മറ്റ് കടുകയൊന്നും അദ്ദേഹം ചെയ്യില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ഹാരിസ് വല്ലാത്ത സമ്മർദ്ദത്തിലാണ്. പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതാണ്. പല ഉപകരണങ്ങളുടെയും അഭാവത്തിൽ ശസ്ത്രക്രിയകൾ നേരെ ചൊവ്വേ നടക്കാൻ പറ്റുന്നില്ല. ഇത് വർഷങ്ങളായിട്ട് തുടരുന്നു. അവസാനം സഹികെട്ടിട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന യൂറോളജി ഡോക്ടർ, അദ്ദേഹം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്, അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല. രോഗികളുടെ കയ്യിൽ നിന്ന് സംഭാവന പിരിച്ച് ഉപകരണങ്ങൾ വാങ്ങിച്ച് എത്ര കാലം ഒരു ആശുപത്രി മുന്നോട്ട് പോകും? മാത്രമല്ല, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻസൊക്കെ രോഗികളോട് വാങ്ങിക്കൊണ്ടുവരാൻ പറയാൻ പറ്റുമോ? ഇതിനു വേണ്ടിയുള്ള ഉപകരണങ്ങൾക്ക് 2 ലക്ഷം, 10 ലക്ഷം, 12 ലക്ഷം ഒക്കെ വിലയുണ്ട്. ഇവരിപ്പോൾ കാണാതെ പോയി എന്ന് ആരോപിക്കുന്ന മോസിലോസ്കോപ്പ്, അതിനാണ് 12 ലക്ഷം വില. അതിനത്രയും വില ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാം ഒരുപക്ഷെ. ബട്ട് ഈ ഡോക്ടർ ഹാരിസ് ഒരു എക്യുപ്മെൻ്റ് ഇല്ല, അതുകൊണ്ട് ശസ്ത്രക്രിയ നടക്കുന്നില്ല എന്ന് പറഞ്ഞ വിഷയം പോയിട്ട് ഇപ്പോൾ നടക്കുന്നത് മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉപകരണങ്ങളിലെ സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. എന്തൊരു കഥ എന്നാലോചിച്ച് നോക്കും. ആദ്യം ഡോക്ടർ ഹാരിസ് വളരെ നല്ല മനുഷ്യനാണ്, സതുദ്ദേശത്തോടെ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തും എന്നൊക്കെ വീണ ജോർജ് പറഞ്ഞു. ഇതേ വീണ ജോർജ് തിരിഞ്ഞു കളിച്ചു 3 ദിവസം കഴിഞ്ഞപ്പോൾ. കാരണം പിണറായി വിജയൻ പറഞ്ഞു, ഡോക്ടർ ഹാരിസ് എന്തുദ്ദേശിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിപക്ഷം ദുരുപയോഗം ചെയ്യുന്നു എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അല്ലേ? അതോടെ വീണ ജോർജും വീണ വിജയനും MV ഗോവിന്ദനും എല്ലാവരും ചേർന്ന് തിരിഞ്ഞു. ചുരുക്കി പറഞ്ഞ് ഡോക്ടർ ഹാരിസ് വില്ലനായി. ഒരു അന്വേഷണ സമിതിയെ ചുമതലപ്പെടുത്തി. എന്ത് ഡിപ്പാർട്ട്മെൻറ്റിലൊരു സാധനം ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനെയും അവരെയൊക്കെ ചേർത്തൊരു കമ്മിറ്റി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അവിടെ നിൽക്കുന്ന തങ്കപ്പനോടോ നാരായണനോടോ പറയുക, ഇവിടെയുള്ള സാധനങ്ങളുടെയൊക്കെ എണ്ണം ഒന്ന് എടുത്തേ. ഇതിൻ്റെ പേരൊക്കെ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇത് എഴുതി വയ്ക്കും. ഏത്തക്കൊല ഇത്ര, ചിങ്ങൻ ഇത്ര, പൂവൻ ഇത്ര എന്ന് പറഞ്ഞ് അവരെഴുതി. ഇതിൻ്റെ കാര്യമുള്ളൂ. ഈ ലിസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് വലിയ ടെക്നോളജി ഒന്നും അല്ലല്ലോ. അല്ല, അതിനൊരു വിദഗ്ധ സമിതിയെ വെച്ചു. ഈ വിദഗ്ധ സമിതി ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് അത് ഇല്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ മോസിലോസ്കോപ്പ് എന്നൊരു യന്ത്രത്തിൻ്റെ ഒരു കഷ്ണം കാണുന്നില്ല എന്ന്. എനിക്കറിയില്ല. മോസിലോസ്കോപ്പ് എന്നൊക്കെ പറയുന്നത് കാഥോഡ് റേ ഓസിലോസ്കോപ്പാണ്. അത് പല ഫങ്ഷനിൽ അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ കൊടുത്തുണ്ടാക്കുന്നതാണ് ആ സാധനം. ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായ എനിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവും ഈ സാധനം എന്താണെന്ന്. കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, ചെറിയ പെട്ടി പോലുള്ളൊരു സാധനം. അതിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും, കൂടുതൽ ബട്ടൺസ് ഉണ്ടാവും, സ്ക്രീൻ കുറച്ച് വലുതാവാം, അതനുസരിച്ച് അതിന് വില വ്യത്യാസമൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ ഇവർ കണ്ടുകിട്ടി എന്ന് പറയുന്നതിൻ്റെ പകുതി, മൊത്തം സാധനത്തിൻ്റെ വില 12 ലക്ഷം, പകുതിയേ ഉള്ളൂ, പകുതി കാണുന്നില്ല. ഇതെങ്ങനെ വെട്ടിപ്പൊളിച്ച് 2 കഷ്ണമാക്കിയോ? ഇതൊക്കെ ആരെ ബോധിപ്പിക്കാൻ പറയുകയാണ്? എനിക്ക് മനസ്സിലാവണില്ല. ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം അന്വേഷിക്കാതെ നിങ്ങൾ സ്റ്റോക്ക് ടേക്കിങ്ങിലേക്ക് പോകുന്നത് എന്താ? സ്റ്റോക്ക് എടുത്തു കഴിയുമ്പോൾ ചില സാധനങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയും. അത് പറയാം, അത് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയിരുന്നു, അന്ന് അവിടെ ICUവിൽ കൊണ്ടുപോയിരുന്നു, പിന്നെ തിരിച്ചു കൊണ്ടുപോയി, എന്നാൽ പിന്നെ ICUവിൽ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് കണ്ടെടുക്കുന്നത്. അതല്ല, മോഷണം പോയെങ്കിൽ മോഷണം പോയി. ഈ ഓസിലോസ്കോപ്പ് കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ബ്ലഡ് പ്രഷർ നോക്കുന്ന യന്ത്രം സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഒരാളെ അടിച്ച് മാറ്റുന്നു. ഇയാളിത് എവിടെ കൊണ്ടുപോയി വിൽക്കാൻ പോവുക? ആരിത് മേടിക്കുന്നത്? മോഷ്ടിച്ച ബ്ലഡ് പ്രഷർ നോക്കുന്ന സാധനം. ആശുപത്രിയിലെ പല സാധനങ്ങളും ആക്രിക്കുമ്പോൾ പോലും പറ്റാത്തതാണ്. അതാരും വാങ്ങില്ല. ഇതൊക്കെ ആരോട് പറയാനാണ്? ഇവരിപ്പോൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ ഹാരിസ് കാരണം സർക്കാരിന് ഒരു ക്ഷീണം സംഭവിച്ചു. അതുകൊണ്ട് ഡോക്ടർ ഹാരിസിനെ ഒതുക്കണം. സർക്കാർ ഉദ്യോഗസ്ഥർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാമോ? സർക്കാരിനെ വിമർശിക്കാമോ? പാടില്ല. പെരുമാറ്റച്ചട്ടം അങ്ങനെയാണ്.
ഒരു കവിത എഴുതണമെങ്കിൽ പോലും സർക്കാരിൻ്റെ പെർമിഷൻ വാങ്ങണം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ONV സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, സർക്കാർ കോളേജിൽ പ്രൊഫസറായിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ബാലമുരളി എന്നുള്ള പേരിലാണ് ആദ്യം സിനിമാ പാട്ട് എഴുതിയത്. പിന്നീട് പെർമിഷൻ കൊടുക്കുക അങ്ങനെ എന്തോ ചെയ്ത് അദ്ദേഹം ONV എന്നുള്ള പേരിൽ എഴുതാൻ തുടങ്ങി. ഇത് സർക്കാരിൻ്റെ നിയന്ത്രണമാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായിട്ട് എഴുത്ത്, അഭിനയം, ചിത്രരചന ഈ പരിപാടിയൊക്കെ ചെയ്ത് സർക്കാരിനെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടം. IASകാർക്ക് സോഷ്യൽ മീഡിയയിൽ പെരുമാറാം എന്ന് ചട്ടമുണ്ട് പോലും. അത് കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടമാണ്. ഏതായാലും മറ്റുദ്യോഗസ്ഥന്മാർക്ക് ആ അനുമതിയില്ല. ഇനി അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് വയ്ക്കുക, അത് സതുദ്ദേശത്തോടെ ആണോ എന്ന് പരിശോധിച്ചിട്ട് അതിൽ നടപടി എടുക്കാതിരിക്കാനും സർക്കാരിന് അവകാശമുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നടപടി എടുത്തേ പറ്റുമെന്നില്ല. എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉദ്ദേശം? ആരെങ്കിലും ചീത്ത പറയാനോ സർക്കാരിന് മുഖ്യമന്ത്രി തല്ലിപ്പൊളിയാണ് എന്നൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടപടിയെടുക്കണം. മുഖ്യമന്ത്രി ഒരുപക്ഷെ തല്ലിപ്പൊളിയായിരിക്കാം, അയാൾ പറഞ്ഞത് സത്യമായിരിക്കാം, പക്ഷേ അത് പറയാൻ അയാൾക്ക് അവകാശമില്ല, അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇതൊക്കെ പോയിട്ട് ഇവർക്കെല്ലാം യൂണിയനും അസോസിയേഷനും, ഡോക്ടർമാർക്ക് അസോസിയേഷൻ, പ്രിൻസിപ്പൽമാർക്ക് അസോസിയേഷൻ, പോലീസുകാർക്ക് അസോസിയേഷൻ, എല്ലാവരും സിന്ദാബാദ് വിളിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ. ആർക്കും ചുമതലയൊന്നുമില്ല, എല്ലാവർക്കും അവകാശം വേണം താൻ. ഇതിനിടയിൽ പെട്ട് ഞെരിഞ്ഞുപോയി പാവം ഡോക്ടർ ഹാരിസ്. പ്രാഥമികമായിട്ട് ഞാൻ പറയട്ടെ, നിഷ്കളങ്കനാണ് ഡോക്ടർ ഹാരിസ്. അദ്ദേഹത്തിന് ഈ കേരള സർക്കാർ, പ്രത്യേകിച്ചും CPM നയിക്കുന്ന സർക്കാർ എങ്ങനെ പെരുമാറും എന്ന് എന്തെങ്കിലും ഒരു ഊഹമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയില്ല. ഇനി അഥവാ ഇട്ടെങ്കിൽ തന്നെ അന്ന് തന്നെ വൈകുന്നേരം പോയിട്ട് വീണ ജോർജിൻ്റെ കാൽക്കൽ വീണിട്ട് എൻ്റെ പൊന്നുമാടം ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, പാട്ടാങ്ങടിച്ച് മാർക്സാണ് സത്യനിമയിൽ അത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പാർട്ടിക്കാരോട് പറഞ്ഞ് അത് ഒതുക്കണമായിരുന്നു. ഇത് ചെയ്തില്ല. തൻ്റെ സത്യസന്ധതയിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് ഡോക്ടർ ഹാരിസ് ചെയ്ത കുറ്റം. സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്നവനെ ഒന്നും മാർക്സിസ്റ്റ് പാർട്ടി വെച്ച് പൊറുപ്പിക്കുകയില്ല. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനോട് വിശദീകരണം ചോദിച്ചപ്പോൾ വീണ ജോർജ് പറഞ്ഞു, അല്ല അത് നടപടിക്രമം മാത്രമാണ്. എന്ത് നടപടിക്രമം? You are taking action against him. You are initiating action. That is why you are asking explanation. നിങ്ങളുടെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഹാരിസിനെതിരെ നടപടി തുടങ്ങാനുള്ളതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ വിശദീകരണം ചോദിക്കുക എന്നുള്ളത്. അതൊന്നും അങ്ങനെയല്ല എന്ന് പറയും. ഇതിനിടയ്ക്ക് പണ്ടാറടങ്ങാനായിട്ട് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ വലിയൊരു കെട്ടിടം, അതൊരു സ്ത്രീയുടെ തലയിൽ വീണ് അവർ മരിച്ചുപോയി പാവം. എല്ലാവരും അതിൻ്റെ പിന്നാലെ പോയി. ഈ തവള ചത്ത വാർത്ത പാമ്പ് ചാകുമ്പോൾ മാറുമല്ലോ, TV-ക്കാരെല്ലാം കൂടെ അങ്ങോട്ട് പോയി. അതിൻ്റെ ബഹളമായി, അതിൽ എങ്ങനെയെങ്കിലും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഊരാനുള്ള വെപ്രാളമായി VN വാസവൻ, വീണ ജോർജ്, ഇവരൊക്കെ കൂടി. പിണറായി വിജയൻ സ്ഥലത്തുണ്ടായിരുന്നു, കോട്ടയത്തുള്ളപ്പോഴാണ് മെഡിക്കൽ കോളേജ് ആ ബൈസ്റ്റാൻഡറുടെ തലയിൽ വീഴുന്ന ആ പാവത്തിൻ്റെ. പിണറായി വിജയൻ അവിടെ കയറാതിരിക്കാൻ നോക്കി. അവസാനം പൊതുജനങ്ങൾ വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് അവിടെ പോയി നോക്കുക, അങ്ങനെ എന്തോ ചെയ്തിട്ട് പുള്ളി സ്ഥലം വിട്ടു. അപ്പോൾ അതോടെ ഡോക്ടർ ഹാരിസിൻ്റെ ഇത് ഒതുങ്ങി. ബട്ട് ഹാരിസിൻ്റെ വാർത്ത ഒതുങ്ങിയെങ്കിലും ഹാരിസിനെ ഒതുക്കി തീർന്നിരുന്നില്ല. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഹാരിസിൻ്റെ മുറിയിൽ ഹാരിസ് ഇല്ലാത്തപ്പോൾ, ഡോക്ടർ ഹാരിസ് ലീവിലായിരുന്നു. ആ സമയത്ത് ഡോക്ടർ ഹാരിസിൻ്റെ മുറി പരിശോധിച്ചു. ഒരു തവണയല്ല, 2 തവണ പരിശോധിച്ചു. നിസ്സാരക്കാരൊന്നുമല്ല. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരാൾ, അതിന് തൊട്ട് താഴെ പ്രിൻസിപ്പൽ ജബ്ബാർ എന്ന് മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം, പിന്നെ അതിന് താഴെയുള്ള സൂപ്രണ്ട്, മറ്റ് പരിവാരങ്ങളൊക്കെ കൂടെ ഇദ്ദേഹത്തിൻ്റെ മുറി കയറി പരിശോധിച്ച് പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയില്ല. എന്ത് പരിശോധിക്കാനാണ് കയറിയതെന്നും അറിയില്ല. 2-ാം ദിവസം വീണ്ടും പരിശോധിക്കുന്നു. ഇരിക്കട്ടെ, ഒന്നുകൂടെ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴൊന്നും ഹാരിസ് സ്ഥലത്തില്ല കേട്ടോ. 2-ാം ദിവസം പോയി, നാടകീയമായിട്ടാണ്. ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു പെട്ടി ഇരിക്കുന്നത് കണ്ടു. ആ പെട്ടി തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തിരിക്കുന്നു കാണാതെ പോയൊരു സാധനം. ഇതെന്ത് പണ്ടാരം. അങ്ങനെ കാണാതെ പോയ സാധനം നാടകീയമായിട്ട് കണ്ടുകിട്ടി. CCTV പരിശോധിച്ചു. മുഴുവൻ പരിശോധിച്ചില്ല കേട്ടോ, മുഴുവൻ പരിശോധിക്കാൻ പാടില്ലല്ലോ. CCTV പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഹാരിസിനെ പോലെ ഇരിക്കുന്ന ഒരാൾ
രാത്രി ആ വാതിലിന് നേർക്ക് നടന്നു വരുന്നു. വാതിൽ തുറന്ന് അകത്ത് കയറിയോ ഇല്ലയോ എന്നറിയാൻ മേല. ഇങ്ങനെ ഇതൊക്കെ പത്രസമ്മേളനത്തിൽ വിളിച്ച് പറയുകയാണ് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലും സൂപ്രണ്ടും. ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നാട്ടുകാർക്ക് തോന്നിപ്പോകും. അതിനിടയ്ക്ക് ഇവർക്ക് ഫോൺ വരുന്നു. ഏതോ ഒരു സാറ് വിളിക്കുന്നു. രണ്ടുപേരും സാർ എന്നാണ് സംബോധന ചെയ്യുന്നത്. റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ പറയുന്നു സാറ്. ഉടനെ പ്രിൻസിപ്പൽ റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ എന്ത് നാടകമാണ്? ആരാണ് ഈ റിമോട്ട് കൺട്രോളിലുള്ള സാറ്? ഈ പ്രിൻസിപ്പലിനെയോ സൂപ്രണ്ടിനെയോ വിളിക്കണമെങ്കിൽ ഒന്നുകിൽ DME, ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആയിരിക്കണം, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കണം. മുഖ്യമന്ത്രി വിളിക്കാനുള്ള സാധ്യത ഞാൻ തന്നെ തള്ളിക്കളയുന്നു. മറ്റാര് വിളിച്ചു കഴിഞ്ഞാലും ഈ സ്ത്രീകളെയും സാറെന്നൊക്കെ വിളിക്കാറുണ്ട്. മാഡം എന്ന് ചിലർ വിളിക്കുമെങ്കിൽ ചിലരൊക്കെ സാറെന്നും വിളിക്കാറുണ്ട്. അത് തരം പോലെ ഒക്കെ വിളിക്കും. അപ്പോൾ സാറ് സ്ത്രീയാകാം, പുരുഷനാകാം. ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഈ നാടകം നടത്തുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കള്ളനാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മാധ്യമങ്ങൾ എത്ര ബഹളം വെച്ചാലും, വേറൊരു ബഹളം വരുമ്പോൾ മാധ്യമങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ പോയാലേ പറ്റുള്ളൂ. എത്ര ദിവസം ഡോക്ടർ ഹാരിസിൻ്റെ വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയും വാർത്തയുമാക്കും? ഇതങ്ങ് തണുക്കുമല്ലോ കുറച്ച് ദിവസം പോയി കഴിയുമ്പോൾ. ബട്ട് സർക്കാരിൻ്റെ പിടി അയയുകയില്ല. ഡോക്ടർ ഹാരിസിന് തീർച്ചയായിട്ടും ശ്വാസം മുട്ടും. ഇപ്പോഴും അദ്ദേഹം വല്ലാത്ത സമ്മർദ്ദത്തിലാണ് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹാരിസ് രാജിവെക്കുകയോ സ്ഥലം വിടുകയോ ഒക്കെ ചെയ്തു എന്ന് വരും. എനിക്ക് ഡോക്ടർ ഹാരിസിനോട് അപേക്ഷിക്കാനുള്ളതും അതാണ്. അങ്ങയെപ്പോലുള്ളവർക്കൊന്നും അല്ല ഈ കേരളം വേണ്ടത്. വാസ്തവത്തിൽ കേരളത്തിന് അങ്ങയെ വേണ്ട, അങ്ങയുടെ സേവനം ആവശ്യമില്ല. എങ്ങോട്ടെങ്കിലും പൊക്കോ എന്നാണ് കേരളം ഒന്നടങ്കം അങ്ങയോട് പറയുന്നത്. ഈ മീഡിയയിൽ കാണുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് അങ്ങ് ഭ്രമിച്ചു പോകരുത്. ഇതൊക്കെ താൽക്കാലികമാണ്. 1-2 ദിവസമൊക്കെ അവർക്ക് വാർത്ത ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നേ. അതുകൊണ്ട് എനിക്ക് ഡോക്ടർ ഹാരിസിനോടുള്ള അപേക്ഷ, അങ്ങ് ഏറ്റവും വേഗം ഈ കച്ചറയിൽ നിന്ന് രാജിവെക്കണം. പ്രൈവറ്റ് ക്ലിനിക്ക് തുടങ്ങുക, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുക, സമാധാനമായിട്ട് ജീവിക്കുക. ഈ നാട് അങ്ങനെ ഇങ്ങനെയൊന്നും നന്നാവില്ല ഡോക്ടർ. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഡോക്ടറോട് പറയുന്നത്. എന്നേക്കാൾ പ്രായം കുറവാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ചെവിക്കൊള്ളുക ദയവ് ചെയ്ത്. ഈ കച്ചറയിൽ നിന്ന് പുറത്ത് കടക്കുക, സമാധാനമായിട്ട് മെഡിക്കൽ പ്രാക്ടീസ് തുടരുക. അത് പ്രൈവറ്റ് പ്രാക്ടീസ് ആകാം, മറ്റ് സംസ്ഥാനങ്ങളിലാകാം. മറ്റ് സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഇതുപോലെയില്ല. ഇങ്ങനെയൊക്കെ ആരും ദ്രോഹിക്കുകയില്ല. ഇത് CPMൻ്റെ കൊടും ക്രൂരതയാണ്. തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ജീവിക്കാൻ സമ്മതിക്കില്ല. അത് പിണറായി വിജയൻ മുതൽ ആനാവൂർ നാഗപ്പൻ, പിന്നെ ആര്യ രാജേന്ദ്രൻ അടക്കം അങ്ങയെ ശ്വാസം മുട്ടിക്കും. അങ്ങയുടെ പേരിൽ പെണ്ണുകേസ് വരും, ഗർഭക്കേസ് വരും, എന്തും ചെയ്യും. അതുകൊണ്ട് ഞാൻ 2 കൈയും കൂപ്പി അഭ്യർത്ഥിക്കുന്നു, ഡോക്ടർ ഹാരിസ്, പ്ലീസ് ലീവ് ദിസ് പ്ലേസ്. Kerala doesn't deserve you, and you don't deserve a Kerala. Thank you.